നിങ്ങൾ എന്താ രക്ഷപ്പെടാത്തറിയോ? നിങ്ങൾ സ്ലോ ആയതുകൊണ്ടാണ്. അതായത് ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരാളും ആവറേജ് ആയിട്ടുള്ള ഒരാളും തമ്മിലുള്ള ഏക വ്യത്യാസം സ്പീഡാണ്. നമ്മൾ കുറേ റിസർച്ച് ചെയ്ത് തിങ്ക് ചെയ്ത് ഒരു സാധനം വാലിഡേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ 4 വട്ടം ചെയ്ത് ഫെയിൽ ആയിട്ടുണ്ടാവും. അവർ 5ാമത്തെ വർഷം ഇറക്കാൻ പോകുന്നുണ്ടാവും. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. അതായത് ക്ലാരിറ്റി എപ്പോഴും നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴാണ് വരാം, അല്ലാണ്ട് തിങ്ക് ചെയ്തിരിക്കുമ്പോഴല്ല. ഇന്ന് ഞാൻ കോയമ്പത്തൂർ കാർബോൻ്റെ പുതിയൊരു കാറ്റഗറി ഇറക്കാൻ വേണ്ടി വന്നേനും ഈ സാധനം ഞാൻ കുറേ ആയിട്ട് തിങ്ക് ചെയ്യുക. ആൾക്കാർ പറഞ്ഞത് 6 മാസം എടുക്കും, 3 മാസം എടുക്കും, കുറേ ഡിലേ ആയി വെച്ചാൽ ഞാൻ ഇതിലേക്ക് ഇറങ്ങി ഇന്ന് ഇവിടെ വന്ന് ആൾക്കാരോട് സംസാരിച്ച് അതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ക്ലാരിറ്റി ഇട്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എത്ര പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളത്. അത് ഏതൊരു സാധനത്തിനും മ്യൂട്ട് വേണ്ടി നമ്മൾ ഏതൊരു ഡിസിഷൻ എടുക്കുകയാണെങ്കിലും തിരിച്ചു വരാൻ പറ്റുന്നതാണെങ്കിൽ 24 മണിക്കൂറിൽ കൂടുതൽ ഡിലേ ആക്കറ് ആക്ഷൻ എടുക്കുക. ആക്ഷൻ എടുത്താൽ മാത്രമേ ക്ലാരിറ്റി കിട്ടുള്ളൂ. ആ ക്ലാരിറ്റിയാണ് നമുക്ക് ഡയറക്ഷൻ തരാം. ആ ഡയറക്ഷനിൽ ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ചെറിയ ചെറിയ ഡിസ്റ്റൻസ്, ചെറിയ ചെറിയ ആക്ഷൻസ് ആണ് കുറേ കാലം കഴിയുമ്പം കോമ്പൗണ്ടഡ് ആയിട്ട് വലിയ റിസൾട്ടായിട്ട് വരാം. ഇതൊരു മോട്ടിവേഷൻ വീഡിയോ ആയിട്ട് എടുക്കണ്ട, ഇത് നിങ്ങളെ തിങ്കിങ്ങിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന വീഡിയോ ആയിട്ട് എടുത്തോ. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കുക, നിങ്ങൾ സെൽഫിനോട് ചോദിക്കുക, അതായത് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഡിലേ ആക്കി വെക്കുന്നത്, എന്തുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല.